ശ്രീ എൻ ബാദുഷ. ഇവിടെ 24/10/2020 ഇറങ്ങിയ ഉത്തരവിന്റെ മറവിലാണ് വ്യാപകമായി മരം മുറിക്കൽ നടന്നത്. കൃത്യമായി ബോധപൂർവം അവർ അതിൽ ഒഴിവാക്കേണ്ടുന്നതായിട്ടുള്ള 2 കാര്യങ്ങൾ, അതായത് ഒരല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലാണ് പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോത്ത് ആക്ടിന്റെ 6ാം വകുപ്പിൽ പറയുന്ന പ്രൊവൈസോ ക്ലോസ് ഒഴിവാക്കിയിരിക്കുകയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട്, മരങ്ങൾ മുറിക്കുമ്പോൾ അത് നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ട അധികാരികൾക്ക് ചുമതലയുണ്ട് എന്നുള്ളത്. ഇതെല്ലാം ബോധപൂർവം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ വനം കൊള്ള നടന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ്. സാധാരണക്കാരിലും സാധാരണക്കാരായ വനവാസികളെയും കർഷകരെയും ഒക്കെ പ്രതികളാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ തുടക്കം നടക്കുന്നത്. പിന്നീട് അവർ പറ്റിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേസിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ മരം മുറിയുടെ ലാഭം കൊയ്തവർ മുഴുവൻ ഇപ്പോഴും പൊതുസമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്, വലിയ സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. നിയമ നടപടികളും ഇഴഞ്ഞു നീങ്ങുന്നു, മറ്റൊരു തരത്തിലുള്ള സർക്കാർ ഇടപെടലുകളും നടക്കുന്നില്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് വാസ്തവത്തിൽ 1957 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള മരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗൂഢാലോചനയും കൊള്ളയുമാണ്. ഇതിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ ഏതാണ്ട് 5 ലക്ഷത്തിലധികം സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമികളുണ്ട്. മരം സർക്കാരിൽ നിക്ഷിപ്തമായ പട്ടയ കൊടുത്ത ഭൂമികളുണ്ട് 5 ലക്ഷത്തിലധികം. കൃത്യമായ കണക്ക് ആരുടെ കയ്യിലുമില്ല, നമ്മളെ കയ്യിലുമില്ല. അതിൽ 1 ഏക്കറിൽ 5 ലക്ഷത്തിലധികം എന്ന് പറയുമ്പോൾ 1 ഏക്കറിൽ 5 മരങ്ങൾ വെച്ച് ആവറേജ് 5ഒന്നുമല്ല 100ഉം 200ഉം മരങ്ങൾ വരെയുള്ളതായ തോട്ടങ്ങളുണ്ട്. 5 ആവറേജ് കൂട്ടിയാൽ പോലും ഏതാണ്ട് 25 ലക്ഷം തേക്ക്, ഈട്ടി തുടങ്ങിയ റോസ്വുഡ് തുടങ്ങിയ രാജകീയ മരങ്ങൾ റിസർവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, സർക്കാരിൽ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. ഈ മരങ്ങൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന തുടക്കം മുതലേ നടന്നിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട്. അതിൻ്റെ ചരിത്രം സമയക്കുറവ് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഗൂഢാലോചനയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിൽ വയനാട് ജില്ലാ കലക്ടറായിരുന്ന അദീല അബ്ദുള്ള മുതൽ അന്നത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ജയതിലക് വരെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള ഉന്നതരായ ഭരണ രാഷ്ട്രീയ നേതാക്കന്മാരും, അതിൽ എൻ്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ മന്ത്രിമാർ വരെ അതിൽ പങ്കാളികളാണ്. നടത്തിയിട്ടുള്ള മരലോബിയും മരം കൊള്ളക്കാരും നടത്തിയിട്ടുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കേരളത്തിൻ്റെ അനേകായിരം കോടി, അത് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ പറ്റില്ല, അനേകായിരം കോടി രൂപയുടെ പൊതുമുതൽ തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ പരിണിതിയാണ് 2020 ജയതിലക് ഇട്ടിട്ടുള്ള അനധികൃതമായ മറ്റേ ഈ ഉത്തരവ് എന്ന് പറഞ്ഞാൽ പരിപത്രം. ആ പരിപത്രത്തിലെ ഒരു വാക്ക് ഇപ്പം നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവിടെ അത് വിശദീകരിച്ചു. അത് തന്നെ നോക്കുക. ഈ ഉത്തരവിന് എതിരായി ലംഘിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശിക്ഷണ നടപടിയെടുക്കുമെന്ന് പറയുന്ന ഒരു ഉത്തരവ് ചരിത്രത്തിൽ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടോ? ആ ഉത്തരവാണ് ജയതിലക് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഭീഷണിപ്പെടുത്തിയിട്ടാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റും ഇതിൻ്റെ ഭാഗവാക്കാക്കി മാറ്റിയിട്ടുള്ളത്. അങ്ങനെ അഗസ്ത്യൻ സഹോദരന്മാർ അവരാണ് അതിൻ്റെ നേതൃത്വത്തിൽ. കുപ്രസിദ്ധമായ നിരവധിയായ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കുപ്രസിദ്ധരാണ് അവർ, വളരെ കുപ്രസിദ്ധരാണ്, എല്ലാവർക്കും അറിയാം. അത് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. അവരുടെ നേതൃത്വത്തിലാണ് ഈ കൊള്ള നടന്നത്. ഈ കൊള്ള വയനാട് പ്രകൃതി സംരക്ഷണ സമിതി അറിയുന്നത് 2021 ജനുവരി 5-ാം തീയതിയാണ്. ഞങ്ങൾ ആ സ്ഥലം സന്ദർശിച്ച് ഞങ്ങളൊരു പത്രസമ്മേളനം നടത്തി. അങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത്. അങ്ങനെയാണിത് പത്രമാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഏറ്റെടുക്കുന്നത്. പല രാഷ്ട്രീയക്കാരും ആദ്യഘട്ടത്തിൽ ഇത് ഏറ്റെടുക്കാൻ വിമുഖരായിരുന്നു. നടന്നത് എന്താണ്? ആ വയനാട്ടിൽ മുട്ടിൽ പ്രദേശത്ത് ആദിമനിവാസികളെ വഞ്ചിച്ച് 5-10 ലക്ഷം രൂപ വരെ വരുന്ന ഈട്ടിത്തടികൾ
10,000 20,000 രൂപയ്ക്ക് കച്ചവടം നടത്തി അതിൽ 5,000 ഉറുപ്പ്യ കൊടുത്ത് ബാക്കി പണം അത് പോടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന രീതിയിലുള്ളതായ ആദിവാസി വഞ്ചന, കർഷക വഞ്ചന, വനം വകുപ്പുകാരെ ചീറ്റ് ചെയ്തും ഭീഷണിപ്പെടുത്തിയുമുള്ളതായ മറ്റൊരു കാര്യങ്ങൾ ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വെട്ടിപ്പും തട്ടിപ്പും നടന്നിട്ട് അതിനെ കേരള ഭരണകൂടം കൈകാര്യം ചെയ്ത രീതി അതിനേക്കാൾ വിചിത്രമാണ്. അത് ഹൈക്കോടതിയിൽ ആദ്യം പറഞ്ഞു വൺ ലൈഫ് ഓൺ എർത്ത്, കേരളത്തിലെ ഒരു പ്രമുഖ പരിസ്ഥിതി സംഘടനയാണ്, ഞങ്ങൾക്ക് കൂടുതൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആ പരിസ്ഥിതി സംഘടന ഹൈക്കോടതിയിൽ പോയതിനെ തുടർന്നാണ് ആദ്യത്തെ ഉത്തരവ് പിൻവലിച്ച് ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മറവിൽ നടന്നതായ ഈ മരം കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതായ ശ്രമങ്ങളാണ് പിന്നീട് ഭരണകൂടം നടത്തിയിട്ടുള്ളത്. അതിൽ മരം കണ്ടുകെട്ടിയിട്ടുള്ളതായ അന്നത്തെ മേപ്പാട് റേഞ്ച് ഓഫീസർ സമീർ, അതിനെതിരായി ശക്തമായ നിലപാട് എടുത്തിട്ടുള്ളതായ ദിനേഷ് കുമാർ തുടങ്ങിയതായ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ചീറ്റ് ചെയ്യുകയും ഇന്നും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും IFS ന്യായമായും കിട്ടേണ്ട ദിനേഷ് കുമാറിനെ തടഞ്ഞു വെക്കാൻ വേണ്ടി ബിനാമികൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ പരിപാടികൾ നടന്നു. സമീറിന് അയാളെ ജീവൻ വരെ ഭീഷണിയിലാക്കി. അതിനൊപ്പം നിന്ന് വയനാട്ടിലെ പരിസ്ഥിതി പ്രവർത്തകർക്കെതിരായി ഇന്നും വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ മുതലാളിമാർ റിപ്പോർട്ടർ ചാനൽ അവർ കൈവശപ്പെടുത്തുന്നതോടുകൂടി അവർക്ക് അത് വളരെ എളുപ്പമായി. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ അവരെ വേണ്ടി കോടതിയിൽ അന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി മറ്റൊരു കൂട്ടർ പോയിരുന്നു. ആ പോയതിന് ഹൈക്കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് അവർ റിപ്പോർട്ട് വരട്ടെ. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ടാണ് നമ്മുടെ DYSP ബെന്നി അടക്കമുള്ള ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഗൂഢാലോചന അന്നും ഇന്നും അന്വേഷിച്ചിട്ടില്ല. അങ്ങ് തിരുവനന്തപുരം മുതൽ അദീൽ അബ്ദുള്ള വരെ നീണ്ടു നിൽക്കുന്ന ഉന്നതരുടെ ഗൂഢാലോചന, മന്ത്രിതലത്തിലുള്ളതായ ഗൂഢാലോചന, അഴിമതി, അതേ സംബന്ധിച്ച് ആരും അന്വേഷിച്ചിട്ടില്ല, ഇന്നും അന്വേഷിച്ചിട്ടില്ല. അതാണ് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കാതെയുള്ളതായ ഒരു അന്വേഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനമാണ് 12 പ്രതികളിൽ എത്തിയിട്ടുള്ളത്. ഈ 12 പ്രതികളിലെ അഗസ്ത്യൻ സഹോദരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കേണ്ട നിയമങ്ങൾ ഇതിലുണ്ട്. ആദിവാസി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടെങ്കിലും അത് ആരും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഒരു നിരവധി ആദിവാസികളെ വഞ്ചിച്ചിട്ടുണ്ട്. മറ്റൊന്ന് PPDP, പൊതുമുതൽ നശിപ്പിച്ചാൽ കോടിക്കണക്കിന് റുപ്യയുടെ പൊതുമുതലാണ് കട്ടുവെച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോടികൾ കെട്ടിവെച്ചെങ്കിലേ ഇവർക്ക് ജാമ്യം കിട്ടുമായിരുന്നു. അവർ ജാമ്യത്തിൽ എളുപ്പത്തിൽ ഇറങ്ങി. ജാമ്യത്തിൽ ഇറങ്ങുന്നവരെ അവർ ഒളിപ്പിച്ചു വെച്ചതാരാണ്? നികേഷിന്റെ റിപ്പോർട്ടർ ചാനലാണ്. ആ റിപ്പോർട്ടർ ചാനലിന്റെ പിറകിലുള്ളതായ ശക്തികൾ ആരാണ്? അവർ തന്നെയാണ് ഇന്ന് അവരെ വീണ്ടും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ചാനൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് അതിനെതിരായി നിൽക്കുന്ന ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളതായ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ ജോസഫ് തോമസ് അടക്കമുള്ള ആൾക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും ആ റിപ്പോർട്ടർ ചാനൽ ഉപയോഗിച്ച് തന്നെയാണ്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റവാളികൾക്കെതിരായി ഒരു നിയമ നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേസ് 100% അട്ടിമറിക്കപ്പെടും. സമാനതകളില്ലാത്ത ഈ അഴിമതിയെ, ഈ വനം കുംഭകോണത്തെ, മരം കുംഭകോണത്തെ വെള്ളപൂശാൻ വേണ്ടിയുള്ളതായ കുൽസിത ശ്രമങ്ങളാണ് കേരളത്തിൽ ടോപ്പ് ടു ബോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം ഇതിനു മുമ്പ് ആരോ സൂചിപ്പിച്ചതുപോലെ ഇത്രയും നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് അപമാനകരമാകും വിധത്തിലുള്ളതായ ഒരു ഗൂഢാലോചനയും അട്ടിമറി ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആ ഉന്നതരെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്.